പണ്ട് പഴയ കാലത്ത് കേട്ടില്ലേ, പല അയിമത്തിൽ നിന്നുള്ള പലരും അവരെ ഖാദി സ്ഥാനത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടാൻ വേണ്ടി വിളിച്ചപ്പോൾ നാട്ടിൽ നിന്ന് വിളിച്ചോടിയവരുണ്ട്. അത് ഏൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. അത് കാലത്തിൻ്റെ വ്യത്യാസം നോക്ക്. ഇന്നിപ്പോൾ നമ്മൾ അന്വേഷിച്ച് കിടക്കുകയാണ് എവിടെ കിട്ടുക. മനസ്സിലായില്ല, ആരാണ് ഇപ്പം മരിച്ചത്, അതിൻ്റെ മുമ്പ് തന്നെ പോയി പേര് കൊടുക്കുക. ഇങ്ങനത്തെ ഒക്കെ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേർന്നു നമ്മൾ. ആദ്യം പെണ്ണുങ്ങളോടൊക്കെ പറയുന്ന ഒരു അറിവിനുണ്ടാണ്ടെന്ന് പറയും. അപ്പൊ മൂപ്പത്തേർക്കും പേടിയാവും, എന്താ എവിടക്കപ്പം നിങ്ങൾ ആർക്കാൻ കൊണ്ടുപോകണമെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു കൊടുത്താൽ മതി. ഖാദിസ്ഥാനം ഏൽപ്പിക്കപ്പെട്ടാലേ കത്തില്ലാത്ത അറിവാണെന്ന്. അപ്പൊ പിന്നെ മൂപ്പത്തേർക്കും ആ പേടി മാറി. പിന്നെ അപ്പോ ഇങ്ങനെ ഈ ഖാദിസ്ഥാനം ഏൽക്കാൻ പോകുമ്പോഴൊക്കെ ഒരു അറിവിനുണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു പോകല്ലേ. അപ്പൊ അത്ര വലിയൊരു ഗൗരവമുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് പഴയ മഹാന്മാരാവുന്ന ഇമാം ഷാഫി തങ്ങൾ ഒരു സ്ഥലത്ത് ഖാദിയായിട്ടില്ല. ഖാദിയാണ് എല്ലാ നിൽക്കും അർഹനല്ലായിരുന്നു മൂപ്പർ. അത് മഹാന്മാരാവുന്ന പല ആളുകളും അവരോട് ഖാദിസ്ഥാനം ഏൽക്കാൻ വേണ്ടി നിർബന്ധിപ്പിക്കപ്പെട്ടപ്പോൾ ചില ആളുകളൊക്കെ അതിന്റെ മുമ്പ് മരിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. അങ്ങനെ മരിച്ചുപോയി. ചില ആളുകൾ രാജ്യം വിട്ടുപോയി. അപ്പൊ ഇതൊരു വലിയൊരു വിഷയമാണ്. അതുകൊണ്ടുള്ള ഖാദിമാരെ 3 വരി വെച്ചാൽ 2 വരി നരകത്ത് കഴിക്കുന്ന, ഒറ്റൊരു മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. അല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് ഇഫ്താഹു വ സിയാദത്തുന്നാണ്. ഇദ്ഹാറുൽ ഹുക്മി വ ഇംലാഉഹു, ഇതാണ് ഖാദി. ഖാദിയാവുമ്പോൾ ഒരു ഖാദി മുഫ്തിൻ വ സിയാദത്തുൻ, അവന് ഫത്വ കൊടുക്കാൻ അറിയണം. പിന്നെ അതിന്റെ അപ്പുറം ചില സംഗതികൾ അവൻ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഹുക്മിനെ ഇംലാഹ് ചെയ്യാന്ന് പറഞ്ഞത്, ഹുക്മിനെ നടപ്പിൽ വരുത്തം. അതിപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് കഴിയൂല. കാരണം ഇപ്പൊ ഖാദിയല്ല, ഖാദിനേക്കാൾ വലിയൊരു പറഞ്ഞാലും ആളുകൾ കേൾക്കൂല. പിന്നെ ഖാദിന്റെ അടുത്ത് പോലീസും പട്ടാളൊന്നും ഉണ്ടാവില്ല. അല്ല, അങ്ങനെയാണ് പഴയ കാലത്ത്. അങ്ങനെയല്ല, ഇസ്ലാമിക ഭരണമുള്ളിടത്ത് ഭരണാധികാരികളാണ് ഖാദിനെ